ഹായ്. ഒരുപാട് ചരിത്രങ്ങളും അതീവ നിഗൂഢതകൾ അടങ്ങിയിട്ടുള്ള ഒരു കോട്ട കാണാൻ പോയാലോ? കൊടുങ്ങല്ലൂർ ചരിത്രത്തിൻ്റെ വഴികളിൽ ആദ്യത്തേത് പള്ളിപ്പുറം കോട്ട. AD 1503 പണികഴിപ്പിച്ച ഈ അഴീക്കൽ കോട്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടകളിൽ ഒന്നാണ്. ആദ്യകാലത്ത് ആയുധങ്ങളും പീരങ്കികളും സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഈ കോട്ടയ്ക്കുള്ളിലൂടെ അടുത്ത കോട്ടകളിലേക്ക് വരെ എത്താനുള്ള സീക്രട്ട് വേയ്സ് കണ്ടെത്തിയിട്ടുണ്ട്, തുരങ്കപാതകൾ. 1503 മരത്തിൽ നിർമ്മിച്ച ഈ കോട്ട 1505 കല്ല് വെച്ച് അവർ റിനോവേറ്റ് ചെയ്തു. സാധാരണ കോട്ടകൾ പോലെയല്ല, ഹെക്സഗണൽ ഷേപ്പായിരുന്നു ഈ കോട്ടയ്ക്ക്. ഷഡ്ഭുജാകൃതി, 6 വശങ്ങളുണ്ട്. അതിൻ്റെ ഓരോ വശത്തിനും 32 അടി വീതിയും 34 അടി ഉയരവും ചുവരിന് 6 അടി കനവുമാണ് ഉണ്ടായിരുന്നത്. കപ്പലുകളുടെ നിരീക്ഷണത്തിനായി നിർമ്മിച്ച ഈ കോട്ട ആയിക്കോട്ട, ആലിക്കോട്ട എന്നിങ്ങനെ അറിയപ്പെട്ടു. 1663 ഡച്ചുകാർ പിടിച്ചെടുത്ത ഈ ഫോർട്ട് 1789 മാർത്താണ്ഡവർമ്മയ്ക്ക് വിറ്റു എന്ന് പറയപ്പെടുന്നു. 5 അടിയോളം ഉയരത്തിലാണ് അതിൻ്റെ തറ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം നമ്മുടെയൊക്കെ ഹൈറ്റ് വരും. കാരണം അതിനടിയിൽ വെടിമരുന്ന് സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ഒരു ഭൂഗർഭ അറ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, പുഴകൾക്കടിയിലൂടെ വരെ നീളുന്ന തുരങ്കപാതയും കണ്ടെത്തിയിട്ടുണ്ട്. 3 നിലകളായിരുന്ന ഈ കോട്ടയുടെ മുകളിലത്തെ 2 നിലകൾ കാലാധിക്യം മൂലമോ ശത്രുക്കളുടെ ആക്രമണം മൂലമോ നശിച്ച നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. സുർക്കയും ചെങ്കല്ലും കരിങ്കല്ലും കൊണ്ടുണ്ടാക്കിയ ഈ കോട്ട 525 കൊല്ലമായി വൈപ്പിനിൽ നിലനിൽക്കുന്നത്. കച്ചവടത്തിനായി കേരളത്തിലേക്ക് വന്ന യൂറോപ്യന്മാരുടെ ഏറ്റവും നല്ല കച്ചവട കേന്ദ്രങ്ങൾ തുറമുഖങ്ങളായിരുന്നു. ഇന്നിപ്പോൾ കാണുന്ന എല്ലാവിധ ഗതാഗത സൗകര്യങ്ങളും കച്ചവട കൈമാറ്റങ്ങൾക്കും ചരക്ക് നീക്കത്തിനും വേണ്ടിയിട്ടാണ് പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യരുടെ സുഗമമായ യാത്രയ്ക്കുപരി കച്ചവട സാധ്യതകൾ തന്നെയാണ് ഗതാഗത സൗകര്യങ്ങളുടെ വികസനങ്ങൾക്ക് ഇത്രമേൽ കാരണമാവുന്നത്. അത്തരത്തിൽ പണ്ട് കാലങ്ങളിൽ ചരക്ക് കൈമാറ്റം നടന്നിരുന്നത് കടൽ മാർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചരക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് പോർച്ചുഗീസുകാർ മിക്കവാറും എല്ലാ തുറമുഖങ്ങളിലും കോട്ട കെട്ടുമായിരുന്നു. അത്തരത്തിൽ കൊച്ചിയിൽ നിർമ്മിക്കപ്പെട്ട ഇമ്മാനുവൽ ഫോർട്ടിൻ്റെ നിർമ്മിതിക്ക് ശേഷമാണ് ഫോർട്ട് കൊച്ചിക്ക് ആ പേര് വന്നത്. കോട്ട നിർമ്മിക്കപ്പെട്ട കൊച്ചി ദേശം എന്നുള്ള രീതിയിൽ ഫോർട്ട് കൊച്ചി എന്നറിയപ്പെട്ടു. ഇന്ന് കോട്ടയുടെ ഒരു അവശിഷ്ടമായിട്ടൊരു ഗണ്ണർ മാത്രമാണ് ഫോർട്ട് കൊച്ചി ബീച്ച് സൈഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇമ്മാനുവൽ ഫോർട്ട് പൂർണ്ണമായും ഡച്ചുകാരാൽ തകർക്കപ്പെട്ടു. ആ സ്ഥാനത്ത് ബാസ്റ്റൻ ബംഗ്ലാവ് പണിതു. ഇന്നിപ്പോൾ ജില്ലാ പൈതൃക മ്യൂസിയം ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഫോർട്ട് കൊച്ചി വീഡിയോയിൽ അതിൻ്റെ വിഷ്വൽസ് ഉണ്ട്, പോയി കാണണം. അതുപോലെ തന്നെ ചരക്ക് സംരക്ഷണത്തിനായി വൈപ്പിനിൽ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചുവെങ്കിലും സാധാരണ കോട്ടകളിൽ നിന്നും രൂപത്തിലും നിർമ്മിതിയിലും ആകൃതിയിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ കോട്ടയ്ക്കുണ്ട്. ആ കോട്ടയുടെ സ്ഥാനവും നിർമ്മിതിയും ആകൃതിയും അതുപോലെ നിഗൂഢതകൾ നിറഞ്ഞ തുരങ്കപാതയും അറയൊക്കെ ഒരുപാട് നാട്ടുകഥകൾക്ക് കാരണങ്ങളായിട്ടുണ്ട്. ഈ ലാറ്ററൈറ്റ് ഫ്ലോർ കുറിച്ചുള്ള ഒടിഞ്ഞ തുരങ്കം പേടിയുടെയും ശ്വാസം മുട്ടലുകളുടെയും വഴിയാണെന്ന് ചിലർ പറയുന്നു. അതേസമയം ഈ തുരങ്കം വൈപ്പിൻ ബീച്ചിലേക്ക് നീളുന്നുവെന്നും അടുത്തുള്ള കടമക്കുടി ഐലൻഡിലേക്ക് നീളുന്നുവെന്നും കഥകളുണ്ട്. പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് അമൂല്യങ്ങളായ വസ്തുക്കളും ചരക്കുകളും ഒക്കെ അനിയന്ത്രിതമായി കടത്തിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ചിരുന്ന വഴികളാണിതെന്ന് ചില കഥകളിൽ പറയപ്പെടുമ്പോൾ, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി സൈനികർക്കുള്ള വഴികളായിരുന്നു അതെന്ന് മറ്റു ചില കഥകളിൽ പറയുന്നു. അതിലും ഉപരി നാടും കടന്ന് പുഴകൾക്കടിയിലൂടെ ഈ തുരങ്കപാത ഇനിയും ഒരുപാട് ദൂരം നീളുന്നു എന്നും ചില കഥകളുണ്ട്. പക്ഷെ ഇതിനൊന്നും നോ മാപ്പ്, നോ പ്രൂഫ്, ഓൺലി സ്റ്റോറീസ് പാസ്ഡ് ഫ്രം ടങ് ടു ടങ്. ഇന്നും കാലത്തിന് മാത്രം തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ രഹസ്യങ്ങളൊക്കെ അതീവ നിഗൂഢതകളായി തന്നെ നിലനിൽക്കുന്നു. പക്ഷേ ഇതൊക്കെ തെളിയിക്കുന്ന രീതിയിൽ തന്നെ ഉള്ള നിർമ്മിതികളും തെളിവുകളും പരിസര പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും നാട്ടുവർത്താനം മാത്രമല്ല. പള്ളിപ്പുറം കോട്ടയിൽ തുടങ്ങിയ വിദേശീയരുടെ ഇത്തരം നിർമ്മിതികളും അതീവ രഹസ്യങ്ങളും ഇനിയും കൊടുങ്ങല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.